ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഉദയഭാനു ശ്രീദേവിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിക്കുന്ന സമയത്താണ് ഉദയഭാനു ആ കാര്യങ്ങൾ അറിയണേ. ശ്രീദേവി ഗോമതി സ്റ്റോഴ്സിലുണ്ടെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുവിന്റെ മനസ്സിൽ സന്തോഷമായി. ആഹാ, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. തന്റെ മോള് ഗോമതി സ്റ്റോഴ്സിലാണെങ്കിൽ താൻ അവിടേക്ക് പോണം. അവിടെ ചെന്നിട്ട് അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അടിച്ചു മാറ്റണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഉദയഭാനു അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങി. പക്ഷെ ഇതൊന്നും ശ്രീദേവിയൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. തന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുമെന്നോ അയാളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊന്നും ശ്രീദേവിക്ക് അറിയില്ലോ. അല്ലെങ്കിലും ശ്രീദേവിക്ക് ഇപ്പൊ ഉദയഭാനു എന്ന് പറഞ്ഞ ദേഷ്യ, തന്റെ ജീവിതം നശിപ്പിച്ചതാ. അന്ന് പണ്ട് താൻ പറഞ്ഞ ഈ കല്യാണം വേണ്ട, ഇങ്ങനെ കള്ളത്തരവ് കാണിച്ച് കല്യാണം കഴിപ്പിക്കണ്ടെന്ന്. പക്ഷെ അന്ന് ഉദയഭാനു അത് ചെയ്തിരുന്നെങ്കിൽ ശ്രീദേവി ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓരോ നിമിഷം ശ്രീദേവിയുടെ നെഞ്ചി പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാ തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ളവർ അറിയുന്നേ? അതൊക്കെ ഓർത്ത് ശ്രീദേവിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ ശ്രീദേവി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കടയിലിരുന്ന്. അപ്പൊ ബാലൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഡീലറെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഉദയഭാനുവിന്റെ വരവ്. ഉദയഭാനുവിനെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവി നോക്കി. എന്താ അച്ചാന്ന് ചോദിച്ചു. ആ മോളെ കണ്ട് ഒരുപാട് ദിവസമായി, വീട്ടിലേക്ക് വരാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പം ധർമ്മനൊക്കെ കടയിലുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, സമയം കിട്ടാത്തോണ്ടാ വരാത്തെ. അപ്പൊ ധർമ്മനൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ. ശ്രീദേവി രൂക്ഷമായിട്ടൊന്ന് നോക്കണം ഉദയഭാനുവിനെ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് പിന്നെ കടയിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ശ്രീദേവി പറഞ്ഞു, ശ്രീദേവി കടയിലെ കാര്യങ്ങളും കൂടി നോക്കാം, എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, അല്ലേലും എന്റെ മോള് പണ്ട് മുതൽ അങ്ങനെയാ, അവൾക്ക് ഒരിടത്ത് ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ലെന്നേ. പിന്നെ ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നൊന്നും മാറി നിൽക്കുവാണെങ്കിൽ എന്റെ മോളുടെ മനസ്സിനൊരു മനസ്സമാധാനം കിട്ടൂല്ലോ എന്ന് പറഞ്ഞു. ഈ സമയം രാമേട്ടൻ പറഞ്ഞു, അന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ ധർമ്മ, ചായ കുടിച്ചിട്ട് വന്നാലോ? ബാ ഉദയഭാനു സാറേ, ചായ കുടിക്കാന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ പോയി കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ചായ കുടിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ഉദയഭാനുവിനോട് ശ്രീദേവി രൂക്ഷമായിട്ട് നോക്കിട്ട് ചോദിച്ചു, അല്ല അച്ഛന്റെ ഉദ്ദേശം എന്താ? അല്ല അച്ഛൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതാ ഇപ്പൊ നന്നായത്. ഇതെന്ത് വർത്താനോ മോളെ പറയണേ? എനിക്കിന്റെ മോളെ കാണണ്ടേ? ദേ അച്ഛ, എന്തേലും ഊടായ്പായിട്ടാ വന്നിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിവിടെ നടക്കില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് പറയുന്നതൊക്കെ അനുസരിച്ചോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ഛൻ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്, ഇവിടെ നിന്ന് കറങ്ങണ്ടാന്ന് പറഞ്ഞു. എന്നെ മോളെ ഇങ്ങനെ ബാലൻ വന്നു കഴിഞ്ഞിട്ട് ബാലൻ എന്ത് വിചാരിക്കും? ഞാൻ വന്ന ഉടനെ പെട്ടെന്ന് പോകുന്നത് ശരിയാണോ? അവര് ചായ കുടിക്കാൻ പോയേക്കുമല്ലേ, പോയിട്ട് വരട്ടെ, എന്നാലും ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഉദയഭാനു ഇവിടെ വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സാധനം വാങ്ങാനായിട്ട് ആള് വന്നു. ആ സമയം ശ്രീദേവി എന്ത് ചെയ്തു? ശ്രീദേവി സാധനം എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ശ്രീദേവിക്ക് ചില സംശയങ്ങളുണ്ട് ഉദയഭാനുവിന്റെ കാര്യത്തില്. എന്തും ചെയ്യാൻ മടിക്കില്ല തന്റെ അച്ഛന്. അങ്ങനെ ശ്രീദേവി പോയി സാധനമൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഉദയഭാനു എന്ത് ചെയ്തു? പെട്ടെന്ന് ആ ക്യാഷ് കൗണ്ടറിലേക്ക് കയറിയിട്ട് അതിനകത്തുനിന്ന് ആ പണപ്പെട്ടിക്കകത്തുനിന്ന് കുറച്ച് പൈസ എടുത്തു. 500 തന്നെ കെട്ടുകൾ കുറെ എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് മാറിയുന്നു. പക്ഷെ ശ്രീദേവി എഴുതിട്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, മോളെ എങ്കിൽ ഇനി ഇപ്പൊ ഞാൻ പോയേക്കുവാന്ന് പറഞ്ഞു. അല്ലച്ചാ, അച്ഛനെന്താ പെട്ടെന്ന് പോകുന്ന, കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളെന്ന് പറഞ്ഞിട്ട്. എന്തോ അതെ, പെട്ടെന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കുക. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. അമ്മ 1-2 സാധനം മേടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് ഉദയഭാനു വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് പോകുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലും. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി കണക്കുകളൊക്കെ നോക്കുന്നതിന് കണക്കിനകത്ത് മിസ്റ്റേക്ക് വന്നു. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? ശ്രീദേവിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ. പിന്നെ ശ്രീദേവി ആലോചിച്ചു, ഇനിയിപ്പോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛനെങ്ങാനും അടിച്ചു മാറ്റിയതാണോ? വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. പറയാൻ പറ്റുമോ ബാലനോട്? ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും അതിനേക്കാളും വലിയ പ്രശ്നമാവില്ലേ? ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി. അങ്ങനെ ശ്രീദേവി വീട്ടിലേക്ക് വന്നു. ഇടയ്ക്ക് ഉദയഭാനുവിനെ വിളിച്ചെങ്കിലും ഉദയഭാനുവിട്ട് കോൾ എടുത്തതുമില്ല. വീട്ടിലേക്ക് വന്ന് ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ആനന്ദ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീദേവി കടയിലേക്ക് പോയെന്നുള്ള കാര്യം. മുറിയിലേക്ക് വന്നിട്ട് ശ്രീദേവിയോട് ദേഷ്യപ്പെട്ടു, സത്യം പറയടി, നിന്റെ ഉദ്ദേശം എന്താ? ശ്രീദേവി ചോദിച്ചു, എന്താ ആനന്ദേട്ടാ, കാര്യം എന്താ? നിനക്കൊന്നും അറിയില്ലല്ലേ? നീ എന്തിനടി കടയിലേക്ക് പോയേക്കുന്നേ? ഇനി അപ്പൊ ആ കടയും കൂടെ പൂട്ടിക്കാൻ വേണ്ടിട്ടാണോ? നീ നിന്റെ അച്ഛനും എല്ലാരും കൂടെ ചേർന്ന് ആ കട പൂട്ടാനായിരിക്കില്ലേ? ചതിയിലൂടെ ഈ വീട്ടിലേക്ക് കയറി വന്നു. ഇനി അതും പോരാഞ്ഞിട്ട് കടയിലേക്ക് കയറിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മുതൽ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് വീട്ടിലിരുന്നോണം. ഇനി കടയിലേക്കാന്നും പറഞ്ഞ് എഴുന്നള്ളിയുണ്ടല്ലോ,
ഉള്ള സത്യങ്ങളൊക്കെ നീ വിളിച്ചു പറഞ്ഞോണം. നിന്റെ ചതിയെക്കുറിച്ചൊക്കെ ഈ വീട്ടിൽ എല്ലാവരും അറിയട്ടെ. ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ദേ നാളെ മുതൽ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദ് പറഞ്ഞാല് ശ്രീദേവിക്ക് അനുസരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാ. അത് മാത്രല്ല ചതിയെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും വിഷമോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാ പറയണേ? ശ്രീദേവി ഇതിനു മുമ്പ് പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ അന്ന് ശ്രീദേവിക്ക് ഒട്ട് പറയാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഉദയഭാനുവിനെ വീണ്ടും വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഉദയഭാനുവിനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറച്ച അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിട്ട് പണം മോഷ്ടിച്ചില്ലെന്ന് ചോദിച്ചു. പണവോ? ഞാനോ? ദേച്ചാ വെറുതെ കള്ളത്തരം പറയരുത്. അച്ഛൻ പണം മോഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. മോളെ ദേച്ചാ ഇവിടെ CCTV ഉണ്ടായിരുന്നു, അതിനകത്ത് തെളിഞ്ഞിട്ടുണ്ട്. ഉദയഭാനു ഒന്നും ഞെട്ടി. CCTV ഉണ്ടെന്ന് വെറുതെ കള്ളത്തരം പറഞ്ഞായിരുന്നു ശ്രീദേവി. പക്ഷെ ഉദയഭാനു അപ്പോഴേക്കും ഞെട്ടലോട് പറഞ്ഞു, അത് പിന്നെ മോളെ ഞാൻ മര്യാദയ്ക്ക് പണം കൊണ്ടാ തന്നോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ വെറുതെ എന്നെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി വായി വന്നെല്ലാം വിളിച്ചു പറയാണ്. ഉദയഭാനു പറഞ്ഞു, മോളെ ഞാന് കൂടുതലൊന്നും പറയണ്ട, എന്റെ ജീവിതം തകർക്കാനായിട്ട് എന്റെ പിന്നാലെ കൂടിയിരിക്കുമല്ലേ, നാണമുണ്ടോ അച്ഛനാന്നും പറഞ്ഞിങ്ങനെ പിന്നാലെ നടക്കാനായിട്ട്? ഒരച്ഛൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറഞ്ഞിട്ടാണ് ശ്രീദേവി കോള് കട്ട് ചെയ്യുന്നത്. മര്യാദയ്ക്ക് പൈസ കൊണ്ട തന്നോളെന്ന് പറഞ്ഞു. ഉദയഭാനു ആകെപ്പാടെ പെട്ടുപോയി. കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ പണി വാളുന്നുള്ള കാര്യം ഉറപ്പായി. ശ്രീദേവി പറയുകയും ചെയ്തു, ഞാനെല്ലാം വിളിച്ചു പറയൂന്ന്. കൊണ്ട തന്നില്ലെങ്കിൽ കൊണ്ട കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഉദയഭാനുവിന്? ഈ സമയത്ത് കുറെ ഇങ്ങനെ ആലോചിക്കുകയാണ് സുകന്യ. ശ്രീദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ തനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? വേണം തനിക്കും പോവാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവള് തന്നെ അവിടെ പോയി ഇരിക്കണ്ട. ഇഷ്ടംപോലെ ക്യാഷൊക്കെ വരുന്നുണ്ടായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യാം. അന്ന് വൈകുന്നേരം ധർമ്മം വന്നു കഴിഞ്ഞപ്പോ സുകന്യ ആ കാര്യത്തെക്കുറിച്ച് പറയണം. ഇതേ ധർമ്മേട്ട, ഒരു കാര്യം ഞാൻ പറയാം. ശ്രീദേവി കടയിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് നാളെ മുതൽ ഞാനും ഉണ്ട് ഗോമതി സ്റ്റോഴ്സിലേക്ക്. നീ എന്തിനാ വരുന്നേ? അല്ല, ആനന്ദിന്റെ ഭാര്യയല്ലേ ശ്രീദേവി, അവളൊക്കെ കടയിൽ വരാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് വന്നൂടാ? എടി നീ എന്തിനാടി കടയിലേക്ക് വരുന്നേ? ശ്രീദേവി വന്നിരിക്കുന്നുണ്ടല്ലോ, ഞാനും കൂടെ വന്നിരിക്കാം. ധർമ്മന് ദേഷ്യമായി. അപ്പോഴേക്ക് ധർമ്മം പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, നീ ഒരിടത്തേക്കും വരുന്നില്ല, വീട്ടിൽ ഇരുന്നാ മതി. അതെന്താ ധർമ്മേട്ട? എനിക്കും ആഗ്രഹമില്ല ജോലിക്ക് വരണമെന്ന്. ധർമ്മേട്ടൻ അവിടെ കടയിലെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാതിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാനും കൂടെ വരാം. നാളെ മുതൽ എന്താണല്ലോ ധർമ്മേട്ടൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലായിപ്പോ ഈ ധർമ്മന് എന്ത് ചെയ്യണം എന്നറിയില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ബാലന് രാവിലെ ഡീലറെ കാണാണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് അച്യുതനെ കാണുന്നത്. അച്യുതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലന് ദേഷ്യമായി. അച്യുതനെ ബാലിനെ കണ്ടു കഴിഞ്ഞപ്പോ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് വരുവാണ്. ബാലിനോട് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു, എന്നിട്ടിപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മകളെ ബാങ്ക് ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന. എടാ, കുറെ കാലം മുമ്പേ എന്റെ പെങ്ങളെ നീ അടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഇപ്പൊ അതേ വേദന നീ എന്താണെന്നറിയണം. വേദന എന്താന്ന് നീ ഇതിലായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഇനിയാണ് നീ വേദന എന്താന്ന് അറിയാൻ പോകുന്നേ. ആ സമയം അനന്തൻ അങ്ങോട്ടേക്ക് വന്നു. അനന്തമന്ത്രി അച്ഛനോട് പറഞ്ഞു, ബാധ്യത പോവാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയാലും അനന്തേട്ടാ ഇവിടെ നിൽക്ക്. ഗോമതി സ്റ്റോഴ്സ് ബാലൻ നമ്മളോട് ചെയ്തതിന് ഇതേ ഇപ്പൊ കണക്കും പലിശ കൂട്ടുപലിശ എല്ലാം കൂടെ തീർന്ന് നമ്മളിപ്പോ കൊടുക്കുന്നുണ്ടല്ലോ. ഇതാ പറഞ്ഞ കൊടുത്താ കൊല്ലത്തും കൂട്ടുമെന്ന്. ഇതേ ഞാനും എന്റെ അമ്മയും പിന്നെ എന്റെ ഏട്ടനൊക്കെ എത്രമാത്രം വേദനിച്ചോ അതിന്റെ 100 ഇരട്ടി വേദന ബാലൻ നിനക്കുണ്ടാവും. മകള് പോകുമ്പോഴേ വേദന എന്താന്ന് നീയും കൂടെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലനെ വെല്ലുവിളിക്കുകയാണ്. ബാലന് വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടിയില്ല ബാലന്. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. ആ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു അനുവിന് അമ്മയൊന്ന് കാണണമെന്ന്. അങ്ങനെ കാണാതിരുന്നിട്ടില്ലല്ലോ, മിണ്ടാതൊന്നും ഇരുന്നിട്ടില്ല. ഒടുവില് കോമതിയുടെ മുറ്റത്തേക്കണ സമയത്ത് അനുമോൾ എന്ത് ചെയ്തു? അവിടെ മതിലിന്റെ അങ്ങോട്ടേക്ക് വന്നു. മതിലിന്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് വിളിച്ചു, അമ്മയെന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. കോമതി ഇങ്ങനെയൊന്ന് നോക്കി. കോമതി വെള്ളം കളയാനായിട്ട് പുറത്തേക്ക് വന്നതായിരുന്നു. ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കോമതി എന്ത് ചെയ്തു? ആ വെള്ളം എടുത്ത് അവളുടെ മേത്തേക്ക് ഒറ്റ ഒഴിക്കലായിരുന്നു. മിണ്ടിയേക്കരുത്, അമ്മയെന്ന് വിളിച്ചോണ്ട് വന്നിരിക്കുന്ന അവള്. നാണം ഉണ്ടോ ഇവിടെ നിനക്ക് അമ്മയെന്ന് വിളിച്ചോണ്ട് വരാനായിട്ട്? കടന്നു പോയിക്കോണെന്നും പറഞ്ഞോണ്ട് അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കോമതിക്കാണ് സർവ്വ ദേഷ്യവും. കാരണം ഇറങ്ങിപ്പോയല്ലോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ, അതും അലോകിനോടൊപ്പം. ആ ഒരു ടെൻഷൻ കൊണ്ടാണ് കോമതി പെട്ടെന്ന് അങ്ങനെ ചെയ്തേ. പക്ഷെ അനുവിനത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി. ഇങ്ങനെ ഒരു കാരണവശാലും കോമതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. അപ്പോഴേക്കും ഇത് കണ്ടിട്ട് മീനാക്ഷി ഓടി വന്നു. എന്താ അമ്മ എന്താ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് കോമതിയെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അനു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും
മീനാക്ഷി പറഞ്ഞു അതെ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞു. സാരമില്ല മീനാക്ഷി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ഈ കാഴ്ച കണ്ടോണ്ട് രാജശ്രീ അങ്ങോട്ട് ഇറങ്ങി വന്നു. രാജശ്രീ വന്നിട്ട് പറഞ്ഞു അവളുടെ അഹങ്കാരം കണ്ടില്ല ഗോമതിയുടെ, അവൾ എന്ത് കണ്ടിട്ട് എത്ര അഹങ്കരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അനുവിന് അറിയാലോ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.